മക്കളെ, ഇതൊരു എയർപോർട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കുമോ എന്ന് ചോദിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഈ വീഡിയോ മുഴുവൻ കാണണ്ടേ. അതുകൊണ്ട് ഞാനിപ്പോൾ അത് ചോദിക്കുന്നില്ല. ഇത് സിംഗപ്പൂരിലെ ചാങ്കി എയർപോർട്ടാണ്. ഓക്കെ, ഈടെ എന്തെല്ലോ ഉണ്ട്. നമുക്ക് ആദ്യം ബട്ടർഫ്ലൈ ഗാർഡൻ കാണാം. ലോകത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ ഗാർഡൻ ഇൻ എയർപോർട്ട് എന്ന് PSC പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അത് ഈടെയാണ്. ഇവിടെ 1000-ന് മേലെ ട്രോപ്പിക്കൽ ബട്ടർഫ്ലൈസ് ഉണ്ട്. 1-2 സ്പീഷീസ് ഒന്നുമല്ല കേട്ടോ, ഏകദേശം 40-നടുത്ത് സ്പീഷീസ് ഉണ്ട്. ഈ കാണുന്ന വെള്ളച്ചാട്ടമാണ് ഗ്രോട്ടോ വാട്ടർഫോൾ. ഒരു 6 മീറ്റർ ലെങ്ത് ഉണ്ട് ഇതിന്. ഒരു പൂമ്പാറ്റ പറഞ്ഞു തരുന്നുണ്ട, ഒരു ഓറഞ്ച് പൂമ്പാറ്റ ഇതാടെ ഇരിക്കുന്നു. ഈ കാണുന്ന ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പോയേക്കാം. ഏടിയപ്പോൾ എത്തുന്നേ? പിന്നെ ഇവിടെ തന്നെ എത്തിയോ? എമർജൻസ് കേജ് എന്ന് എഴുതിയൊരു പെട്ടിയുണ്ടോ, ഇതിലാണ് ഇവർ പൂമ്പാറ്റേനെ വളർത്തുന്നത്. ഇതിൽ പൂമ്പാറ്റേൻ്റെ ജീവിതഘട്ടങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, ലാർവ, പ്യൂപ്പ, അതെല്ലാം ഇതിൽ കാണാം. ഇതിൽ നോക്കിയാൽ ചിലതിനൊക്കെ ചിറകൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പല സ്റ്റേജസ് ആയിട്ട് ഇങ്ങനെ പല കമ്പിയിൽ ഇങ്ങനെ കിടക്കുന്ന കാണാം. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഗ്രോട്ടോ വാട്ടർഫോൾ, 6 മീറ്റർ ലെങ്ത് എന്ന് പറഞ്ഞാൽ. വീണ്ടും ഓറഞ്ച് പൂമ്പാറ്റ അവിടെ പോയി. സ്ലോ മോഷനിലാണല്ലോ പറക്കുന്നത്. ഇത് വേറെ പൂമ്പാറ്റ, കറുത്ത പൂമ്പാറ്റ. ഇതിൻ്റെ എല്ലാം പേര് നിങ്ങൾക്ക് അറിയോ? ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം. ഇങ്ങനത്തെ സ്ഥലം എല്ലാ ടെർമിനലിലും ഉണ്ട്. ഇത് സൺഫ്ലവർ ഗാർഡൻ. ഇത് ടെർമിനൽ 2-ൻ്റെ ടെറസിലാണുള്ളത്. അപ്പോൾ ഇങ്ങനെ സൺലൈറ്റ് എല്ലാം കിട്ടും. ആൾക്കാർക്ക് വിറ്റമിൻ ഡി കുറവുള്ള ആൾക്കാർക്കെല്ലാം ഇവിടെ വന്നിരുന്നാൽ നല്ലോണം വിറ്റമിൻ ഡി എല്ലാം കിട്ടും. ഇവിടെ ഫുള്ള് നിറയെ സൂര്യകാന്തിയാണ്. നല്ല സൂര്യ കാണേ. ഇവിടെ എല്ലാം കുറേ കമ്പി വളച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ, സൂര്യകാന്തിൻ്റെ ഷേപ്പിൽ. അത് ലൈറ്റാണ്. രാത്രി ലൈറ്റെല്ലാം കത്തിച്ചിട്ട് വേറെ തന്നെ വൈബാണ്. ഇതേതാ ചേച്ചി, നല്ല ചിരിയൊക്കെയാണല്ലോ. Someone got tired. നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നതാണ് ജുവൽ റെയിൻ വോർട്ടെക്സ്. ഇതിൻ്റെ ഈ ജുവൽ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ നടുവിലാണ് ഒരു വലിയ വാട്ടർഫോൾ. അതെന്ന് പറയുന്നത് ലോകത്തിലെ ടോളസ്റ്റ് ഇൻഡോർ വാട്ടർഫോളാണ്. ഒരു 7 ഫ്ലോറിൻ്റെ ഒക്കെ ഹൈറ്റിൽ, എനിക്ക് തോന്നുന്നു 40 മീറ്ററാണെന്ന് തോന്നുന്നു, ഒരു 40 മീറ്ററൊക്കെ ലെങ്ത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു വാട്ടർഫോൾ. അതിന് ചുറ്റും ഇങ്ങനെ കാട് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഓരോ ബിൽഡിങ് ഇങ്ങനെ മരങ്ങളൊക്കെ ആക്കിയിട്ട് നല്ല കാട് പോലെ. ഇവിടുത്തെ എയർപോർട്ടിൻ്റെ മേലെ വലിയ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂമരം ഒന്ന് മാത്രം. ഇവിടെ കുറേ മരങ്ങളുണ്ട്. ഇത് വാട്ടർ ലില്ലി ഗാർഡൻ കേട്ടോ. അങ്ങനെ പല ഗാർഡൻ ഉണ്ട്. അതിലൊന്നാണ് ഈ വാട്ടർ ലില്ലി ഗാർഡൻ. ഇത് ടെർമിനൽ 1-ൻ്റെ ടെറസിൻ്റെ മേലെയുള്ളത്. പിന്നെ ഇത് ബാക്കിയുള്ള ഗാർഡനെ പോലെ അത്ര വലുതല്ലെങ്കിലും പക്ഷെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. പിന്നെ സ്മോക്ക് ചെയ്യേണ്ടവർക്ക് സ്മോക്ക് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് റൂമൊക്കെ ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കാക്ടസ് ഗാർഡനാണ്. ഇതും ടെർമിനൽ 1-ൻ്റെ റൂഫ് ടോപ്പിലുള്ളത്. ഒരു 100-ലധികം സ്പീഷീസ് ഓഫ് കാക്ട ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഏഷ്യ, ആഫ്രിക്ക, അമേരിക്കയിലൊക്കെ ഡെസേർട്ടിലൊക്കെ ഉള്ള ഇതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചിട്ടേക്കുക. ഇത് ടെർമിനൽ 2-ലുള്ള എൻചാൻറ്റഡ് ഗാർഡനാണ്. ഇതിൻ്റെ ഒരു സെൻട്രൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് 4 വലിയ ജൈൻറ്റ് ബൊക്കെ ടൈപ്പ് സ്കൾച്ചർ ഉണ്ടാക്കിയിട്ട് അതിലിതാ ഇപ്പോൾ കാണുന്ന സ്കൾച്ചറില്ലേ, അതിലിങ്ങനെ ഫ്രഷ്ലി കട്ടഡ് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മോഷൻ സെൻസേഴ്സ് ഉണ്ട്. അത് നമ്മളിങ്ങനെ നടന്നു പോകുമ്പം നാച്ചറിൻ്റെ സൗണ്ടും ബ്ലൂമിങ് ഫ്ലവേഴ്സിൻ്റെ സൗണ്ടൊക്കെ ട്രിഗർ ചെയ്യും.
ഇത് ഏതായി മണ്ടൻ എല്ലായിടത്തും ഉണ്ടല്ലോ. ഇത് നേരത്തെ കണ്ട ചേച്ചിയാണല്ലോ. നമ്മളങ്ങോട്ട് വിളിക്കുന്നുണ്ടല്ലോ, പോയാലോ? ഇതാണ് ഡ്രീംസ്കേപ്പ്. ചേച്ചി പറഞ്ഞ കേട്ടല്ലോ, ഇതും ടെർമിനൽ 2-ലുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന കുറേ പ്ലാൻസെല്ലാം കാണുന്നില്ല, ഒരു 20,000-ന് മേലെ പ്ലാൻസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ മറ്റേ പോണ്ടൊക്കെ ഉണ്ട്, അതിലൊക്കെ കുറേ മീനുണ്ട്. ഇപ്പം കാണുന്ന നമ്മുടെ ഇതിൻ്റെ മേലെയുള്ള ഒരു സ്ക്രീനാണ്. ഇതിലിങ്ങനെ ഓരോ 30 മിനിറ്റ് കൂടുമ്പോൾ ഇവർ ഓരോന്നൊക്കെ പ്ലേ ചെയ്യും, ലൈറ്റെല്ലാം വെച്ചിട്ട് പല സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ താഴെ നമ്മൾ ഒരു പോണ്ടൊക്കെ കാണുന്നുണ്ട്. ആ പോണ്ടിലും കുറേ ചെടിയൊക്കെ ഉണ്ട്. കണ്ട പല മീനുണ്ട്, മഞ്ഞ, ചുവപ്പ്, എന്തെല്ലാം മീൻ. മീനല്ല, ഈ പോണ്ടിൻ്റെ മേലെ ഗ്ലാസ് ടോപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ നടക്കാം ഗ്ലാസ് ടോപ്പിൻ്റെ മേലെ കൂടെ. അപ്പോൾ ഇങ്ങനെ അടിയിൽ പോണ്ട് കാണാം, പോണ്ടിലുള്ള മീൻ കാണാം, നല്ല രസമാണ്. ശരിക്കും നമ്മൾ വെള്ളത്തിൽ കൂടെ നടക്കുന്ന പോലെ തോന്നും. കുറേ കുട്ടികളൊക്കെ വീട്ടിൽ കളിക്കുന്നുണ്ടോ. ഇവിടെ ഇങ്ങനെ നമുക്ക് ഇരിക്കാം, റെസ്റ്റ് എടുക്കാം, മീനിനെ കാണാം. പിന്നെ മേലെ ഇങ്ങനെ ഓരോ 30 മിനിറ്റ് കൂടുമ്പോൾ മേലെ ഷോ വരും, അന്നേരം അതെല്ലാം നോക്കിയിരിക്കാം. ആ ഷോയിലാണെങ്കിൽ എന്തെല്ലോ ഉണ്ട്, ഇങ്ങനെ പ്ലെയിൻ പോകുന്നതും ആകാശം കാണിക്കും, പക്ഷികൾ പറക്കുന്നത്. ഇപ്പം കണ്ടോ പക്ഷികൾ പറക്കുന്നുണ്ടോ? പിന്നെ അതാ ഒരു പ്ലെയിൻ പോകുന്നു. പിന്നെ ആമയും മീനും, അതിപ്പോൾ പോണ്ടായി. മേലെ ഉള്ളത് ഇതിൽ എന്തൊക്കെയോ മീനുണ്ട്, തെരണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നില്ല, അത് കുറച്ചങ്ങോട്ടായിട്ടുണ്ട്. അങ്ങനെ കുറേ മീനും ആമയും, അങ്ങനെ ഇടയ്ക്കിത് പോണ്ടാവും, ഇടയ്ക്കിത് ആകാശവും, അങ്ങനെ തോന്നുമ്പോൾ തോന്നുന്ന പോലെയാവും. ഈ നമ്മളിപ്പം കണ്ടതൊന്നും മാത്രമൊന്നുമല്ല കേട്ടോ, ഇന്നും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അതിനൊക്കെ ഇനിയും ഒരുപാട് സമയം വേണം. നമുക്ക് അത്ര സമയമൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഇത്രയല്ലേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ചാങ്കി എയർപോർട്ടിലേക്ക് വരുമ്പം ഇതുവഴി എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിലൊക്കെ ഇവിടെ എല്ലാം വന്ന് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ.